എല്ലാവർക്കും നമസ്കാരം. ലളിതാ സഹസ്രനാമാവലി പഠനം 75-ാം ദിവസം. ഇന്ന് 741 മുതൽ 750 വരെയുള്ള നാമങ്ങളാണ് പറയുന്നത്. നമുക്ക് തുടങ്ങാം. ഓം ശ്രീ മഹാദേവിയേ നമ. ഓം രംഭാതിവന്ദിതായേ നമ. ഓം ഭവതാവസുധാവൃഷ്ടേ നമ. ഓം പാപാരണ്യദവാനലായേ നമ. ഓം ദൗർഭാഗ്യതൂലവാതൂലായേ നമ. ഓം ജരാന്ധ്വാതരവിഭ്രഭായേ നമ. ഓം ഭാഗ്യാപ്തിചന്ദ്രികായേ നമ. ഓം ഭക്തചിത്തകേകീഖനാഖനായേ നമ. ഓം രോഗപർവ്വതദംഭോളയേ നമ. ഓം മൃത്യുദാരുകുടാരികായേ നമ. ഓം മഹേശ്വരിയേ നമ. ഒന്നുകൂടെ പറയാം. ഓം രംഭാതിവന്ദിതായേ നമ. ഓം ഭവതാവസുധാവൃഷ്ടേ നമ. ഓം പാപാരണ്യദവാനലായേ നമ. ഓം ദൗർഭാഗ്യതൂലവാതൂലായേ നമ. ഓം ജരാധ്വാന്തരവിഭ്രഭായേ നമ. ഓം ഭാഗ്യാബ്ധിചന്ദ്രികായേ നമ. ഓം ഭക്തചിത്തകേകീഖനാഖനായേ നമ. ഓം രോഗപർവ്വതദംഭോളയേ നമ. ഓം മൃത്യുദാരുകുഠാരികായേ നമ. ഓം മഹേശ്വരിയേ നമ. അപ്പോൾ ഇതിൻ്റെ സാമാന്യ അർത്ഥം കൂടെ നോക്കാം. ഓ രംഭാതിവന്ദിത. ഓം രംഭാതിവന്ദിതായേ നമ എന്ന് പറഞ്ഞാൽ രംഭ, തിലോത്തമ, ഉർവശി, മേനകമാരാൽ ആരാധിക്കപ്പെടുന്നവർ. ദേവസുന്ദരിമാരാണ് ഉർവശി, മേനക, രംഭ, തിലോത്തമമാർ. അവരാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. കാരണം ദേവിയാണ് അവർക്ക് സൗന്ദര്യം കൊടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ള ദേവകന്യകമാരാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. ഭവതാവസുധാവൃഷ്ടേ നമ. ഈ സംസാര ദുഃഖത്തിൽ ധാരാളം പ്രതിസന്ധികളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോൾ ദേവി സംസാര ദുഃഖമാകുന്ന കാട്ടുതീ പടർന്നു പിടിക്കുമ്പോൾ ദേവി അവിടെ അമൃതമഴയായി പെയ്യുന്നു. തൻ്റെ ഉപാസകർക്ക് അമൃതവൃഷ്ടി നടത്തി ദേവി ആ ദുഃഖങ്ങളൊക്കെ ഇല്ലാതെയാക്കുന്നു. പാപാരണ്യദവാനലായേ നമ. പാപമാകുന്ന കൊടുങ്കാടിന് കാട്ടുതീയാകുന്നവളാണ് ദേവി. അപ്പം തെറ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ആരും അറിയുന്നില്ല എന്ന് ഇരുന്നാൽ എന്താണ്, അത് കൂടുതൽ പിടിക്കപ്പെടും. എപ്പോഴെങ്കിലും ആ കള്ളത്തരവും തെറ്റുകുറ്റങ്ങളും ഒക്കെ ഒരു ദിവസം പുറത്തു വരും. അപ്പോൾ അങ്ങനെ തങ്ങളുടെ പാപമാകുന്ന കൊടുങ്കാടിന് ദേവിയോട് മാപ്പ് പറഞ്ഞ് ദേവിയോട് മാപ്പ് പറഞ്ഞാൽ ദേവി ആ കൊടുങ്കാടിന് ഒരു കാട്ടുതീയാകും. ദേവി ആ കൊടുങ്കാടിന്, പാപമാകുന്ന കൊടുങ്കാടിന് കാട്ടുതീയായി വരുന്നവളാണ് ദേവി. ദൗർഭാഗ്യതൂലവാതൂലായേ നമ. ദൗർഭാഗ്യത്തെയൊക്കെ ഒരു ആ കൊടുങ്കാറ്റിൽ പടർത്തി ഒരു പഞ്ഞി പോലെയാക്കുന്നു. തൻ്റെ ഉപാസകർക്ക് ഉണ്ടാകുന്ന എല്ലാ ദൗർഭാഗ്യങ്ങളെയും ഒരു കൊടുങ്കാറ്റായി വന്ന് ദേവി അതിനെ പഞ്ഞി പോലെയാക്കുന്നു. ദൗർഭാഗ്യമാകുന്ന പഞ്ഞിയെ ആ കാറ്റ് പറത്തിക്കളയുന്നു. ഓം ജരാധ്വാന്തര വിഭ്രഭായ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യമാകുന്ന കൂരിരുട്ടിന് ഒരു പ്രഭയാകുന്നവൾ. അപ്പോൾ വാർദ്ധക്യത്തിൽ ആരും നോക്കാനില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട എന്നാണ് ദേവി പറയുന്നത്. എന്താണ്, ദേവി ഉപാസകരായാൽ മതി. അവിടെ കൂട്ടിനാരാണ്? തൻ്റെ ഏകാന്തത. വാർദ്ധക്യം വരുമ്പോൾ എല്ലാവർക്കും ഏകാന്തതയാണ്. ആ ഏകാന്തത ഇല്ലാതാക്കാൻ നമ്മൾ കൂട്ടുപിടിക്കേണ്ടത് ആരെയാണ്? ദേവിയെയാണ്. അപ്പോൾ ദേവി ആ ഏകാന്തതയൊക്കെ ഇല്ലാതാക്കുന്നു. ദേവിയുടെ ഉപാസന മാത്രം മതി നമുക്ക് സന്തോഷവും സമാധാനവും വരുവാൻ. അടുത്തത് ഭാഗ്യാബ്ധിചന്ദ്രികായേ നമ. ഭാഗ്യസമുദ്രത്തിന് പൗർണമിയാകുന്നവൾ. ഭാഗ്യസമുദ്രത്തെ ഏറ്റവും കൂടുതൽ പ്രഭയുള്ളതാക്കുന്നത് ഇപ്പോൾ പൗർണമി സമയത്താണ്. സമുദ്രത്തിൽ വേലിയേറ്റം ഉണ്ടാകുന്നത് പൗർണമി സമയത്താണ്. അങ്ങനെ ഭാഗ്യസമുദ്രത്തിന് പൗർണമിയാകുന്നവളാണ് ദേവി. ഭക്തചിത്തകേകീഖനാഖനായേ നമ. ഭക്തൻ്റെ മനസ്സിനെ ഒരു മയിലിനോടാണ് ഉപമിക്കുന്നത്. ആ മയിലിന് ആടുകയും പാടുകയും ചെയ്യണമെങ്കിൽ എന്ത് വേണം? മഴക്കാറ് വേണം. അപ്പം ഭക്തൻ്റെ മനസ്സാകുന്ന മയിലിന് ആടാനും പാടാനും മഴക്കാറായിട്ട് ദേവി എത്തുന്നു. അങ്ങനെ ആ ഭക്തർ ആനന്ദത്തിൽ ആറാടുന്നു. അപ്പോൾ തൻ്റെ ഭക്തന് ആനന്ദം കൊടുക്കാൻ ദേവി ഒരു മഴക്കാറായി എത്തുന്നു എന്നാണ്. ഇവിടെ ഭക്തൻ്റെ മനസ്സിനെയാണ് മയിലാക്കി ഉപമിച്ചിരിക്കുന്നത്. ആ മയിലിന് ആടാനും പാടാനും മഴക്കാറായി എത്തുന്നു. അങ്ങനെ തൻ്റെ ഭക്തർക്ക് ആനന്ദം പകരുന്നു.
ഓം രോഗപർവ്വത ദംഭോളയെ നമ. രോഗമാകുന്ന പർവ്വതത്തെ ഛേദിക്കുന്നവളാണ് ദേവി. ദേവി തൻ്റെ ഉപാസകരായ ഭക്തന്മാർക്ക് രോഗം ഒരു പർവ്വതമാകുമ്പോൾ എന്ന് വെച്ചാൽ ആ പർവ്വതത്തെ ഛേദിക്കുന്നു, എന്ന് വെച്ചാൽ രോഗത്തെ ഇല്ലാതാക്കുന്നു. മൃത്യുദാരു കുടാരികായേ നമ. മൃത്യുവാകുന്ന വൃക്ഷത്തിനെ വെട്ടിമാറ്റാൻ ഉള്ള കോടാലിയാകുന്നു ദേവി, എന്ന് വെച്ചാൽ മൃത്യുഭയത്തെ ഇല്ലാതെയാക്കുന്നു. ദേവി മൃത്യുവാകുന്ന വൃക്ഷത്തെ വെട്ടിമാറ്റുന്ന കോടാലിയാകുന്നവൾ എന്ന് പറഞ്ഞാൽ തൻ്റെ ഭക്തരുടെ മനസ്സിലുള്ള മരണഭയത്തെ ഇല്ലാതെയാക്കുന്നു. ഓം മഹേശ്വരിയെ നമ. മഹമെന്ന് വെച്ചാൽ ഇവിടെ ഉത്സവത്തിന് ഈശ്വരിയാകുന്നവൾ, അല്ലെങ്കിൽ മഹേശ്വരൻ്റെ പ്രിയപത്നിയായവൾ. അപ്പം ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ നാമങ്ങളിലൂടെ ദേവിയെ കൂടുതൽ കൂടുതൽ അറിയുകയാണ്. അപ്പം നമ്മുടെ അമ്മ, നമ്മുടെ ഈ പ്രപഞ്ച മാതാവ് നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.